ഹലോ, ഞാൻ ജാസ്മിൻ മൻസൂർ, സിൻഡ്രല്ല ബ്യൂട്ടി കോൺസെപ്റ്റ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ മേക്കപ്പിനെ കുറിച്ചാണ്. ഞാൻ നേരത്തെ ഇതിൻ്റെ പാർട്ട് 1 യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. കാണാത്തവർ കാണുകയും ചെയ്യണം. വീഡിയോ ഒത്തിരി ലോങ് ആകുന്നത് കൊണ്ടാണ് ഞാൻ പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. മേക്കപ്പിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഒരു ഐബ്രോ കട്ടിംഗ് ആണ്. അതെന്താണെന്ന് പറഞ്ഞു തരാം. ഐബ്രോ നമുക്ക് തീരെ ഇല്ലാത്തവർക്ക് നമ്മളത് ഫില്ല് ചെയ്ത് കൊടുക്കാറുണ്ട് അല്ലേ. മേക്കപ്പിൽ അത് വളരെ ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. കാരണം നമ്മളുടെ ഫേസിൻ്റെ ഒരു ഫീച്ചേഴ്സ് എടുത്ത് കാണിക്കുന്ന ഭാഗമാണ് നമ്മുടെ ഐബ്രോസ്. അങ്ങനെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നതിൽ എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ ഐബ്രോ കട്ടിങ്ങിലൂടെയാണ്. വീഡിയോയിൽ കാണുന്നത് പോലെ ഐബ്രോസിനോട് ചേർന്നുള്ള ഭാഗത്ത് നമ്മൾ കൺസീലർ കൊണ്ട് ഒരു ലൈൻ വരച്ചിട്ട് അത് താഴേക്ക് സ്മഡ്ജ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ കൺസീലർ ഇടുന്നത് കൊണ്ട് നമ്മളുടെ കണ്ണിന് മുകളിലുള്ള കറുപ്പുകൾ മാറ്റാനും സഹായിക്കുന്നുണ്ട്. ഐബ്രോസിൻ്റെ താഴെ നമ്മൾ ലൈൻ ചെയ്യുന്നത് പോലെ തന്നെ മുകളിലും ചെയ്തിട്ട് അത് മുകളിലേക്ക് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. സ്മഡ്ജ് ചെയ്യുന്നത് ആദ്യം ബ്രഷ് കൊണ്ട് തന്നെ ചെയ്തതിന് ശേഷം പിന്നീട് സ്പോഞ്ച് കൊണ്ടും ചെയ്യണം. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ളൊരു ഗുണം നമ്മളുടെ ഐബ്രോസ് നല്ല പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാനും നമ്മളുടെ ഫേസിന് അത് വളരെയേറെ വിസിബിളായിട്ട് കാണാനായിട്ടും സഹായിക്കുന്നു. അതുപോലെ തന്നെ ചില മുസ്ലിം ബ്രൈഡുകൾ ഐബ്രോസ് എടുക്കാറില്ല. അത് നമ്മൾക്കറിയാം. അങ്ങനെ ഐബ്രോസ് എടുക്കാൻ ഇഷ്ടപ്പെടാത്ത ബ്രൈഡുകൾക്കും ഇതുപോലെ നമ്മൾ ഐബ്രോസ് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അഭംഗി നമ്മൾക്ക് മാറിക്കിട്ടും. അപ്പോൾ ഐബ്രോസ് എടുത്തതുപോലെയുള്ള ഒരു ഫീല് നമുക്ക് തോന്നിക്കാറുണ്ട്. പിന്നെ വളരെയധികം വീതി ഇഷ്ടപ്പെടുന്ന ബ്രൈഡ്സിനും അതിൻ്റെ വീതി ഒന്ന് മിനിമൈസ് ചെയ്യാനായിട്ടും ഇതുപോലെയുള്ള ഐബ്രോ കട്ടിങ്ങിലൂടെ സാധിക്കുന്നു. അതുപോലെ തന്നെ ഐബ്രോ കട്ടിങ്ങിലൂടെ നമുക്ക് ഐബ്രോസിന് ഒരു ഷേപ്പ് വരുത്താനും കൂടെ സാധിക്കുന്നു. ഇങ്ങനെ കൺസീലർ കൊണ്ട് ഐബ്രോ കട്ട് ചെയ്യുന്നതിലൂടെ നമ്മളുടെ ഐബ്രോസ് വളരെയേറെ മനോഹരമായിട്ട് കിട്ടുന്നു. അടുത്തത് ഞാൻ കാണിക്കുന്നത് നമ്മളുടെ ഫൗണ്ടേഷൻ ചെക്ക് ചെയ്യുന്നതാണ്. നമ്മളുടെ സ്കിൻ കളറിനോട് ചേരുന്ന ഫൗണ്ടേഷനാണോ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് ആദ്യം തന്നെ ചെക്ക് ചെയ്ത് നോക്കുക. ഫൗണ്ടേഷൻ ചെക്ക് ചെയ്യുന്നത് ജോലൈൻ്റെ ഭാഗത്തോട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾക്ക് അത് കറക്റ്റായിട്ട് നമ്മുടെ സ്കിൻ ടോണുമായിട്ട് ചേർന്ന് പോകുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കറക്റ്റ് സ്കിൻ ടോണിലുള്ള ഫൗണ്ടേഷനാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നമ്മളത് ഫുൾ ഫേസിൽ ബ്രഷ് കൊണ്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിനായി നമുക്ക് ഫ്ലാറ്റായിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ബ്രഷ് ഉപയോഗിക്കാം. ഇനി ബ്രഷ് തന്നെ വേണമെന്നില്ല, നമ്മളുടെ വിരലുകൊണ്ടാണെങ്കിലും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഫൗണ്ടേഷൻ വിരലുകൊണ്ടോ അല്ലെങ്കിൽ ബ്രഷ് കൊണ്ടോ ഫുൾ ഫേസ് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു നനഞ്ഞ സ്പോഞ്ച് കൊണ്ട് അത് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഇതിൻ്റെ പാർട്ട് 1 ഈ സ്പോഞ്ച് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്കിലും ഒന്നുകൂടെ പറയാം. ഇത് വെള്ളത്തിൽ നന്നായിട്ട് നനച്ച് പിഴിഞ്ഞ് വേണം വെക്കാനായിട്ട്. ആ നനഞ്ഞ അല്ലെങ്കിൽ ആ വെറ്റ് സ്പോഞ്ച് കൊണ്ടാണ് നമ്മളിത് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് മൂലം നമുക്ക് എക്സസ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ആ സ്പോഞ്ചിൽ പറ്റിപ്പിടിച്ചിരിക്കും. അപ്പോൾ നമുക്ക് ഫൗണ്ടേഷൻ ഒത്തിരി ഇട്ട ഒരു ഫീല് ഉണ്ടാകില്ല. ഇങ്ങനെ വെറ്റ് സ്പോഞ്ച് കൊണ്ട് നമുക്ക് എക്സസ് ആയിട്ടുള്ള പ്രോഡക്ട്സ് നീക്കം ചെയ്യാനായിട്ട് സാധിക്കും. ഫൗണ്ടേഷൻ നമുക്ക് കറക്റ്റ് സ്കിൻ ടോണിൽ കിട്ടാനായിട്ട് 2-3 ഫൗണ്ടേഷനുകൾ തമ്മിൽ മിക്സ് ചെയ്തും ഉപയോഗിക്കാം. ഇങ്ങനെ മിക്സ് ചെയ്യുന്നത് നമ്മളൊരു ട്രയൽ മേക്കപ്പിൽ തന്നെ അത് നോക്കി മനസ്സിലാക്കി വച്ചിരിക്കണം. കറക്റ്റ് സ്കിൻ ടോണിലുള്ള ഫൗണ്ടേഷൻ അല്ല നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ ഫേസ് വളരെയേറെ ചിലപ്പോൾ ഡള്ളായി പോകാം, ചിലപ്പോൾ വളരെ വെളുത്തു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ സ്കിൻ ടോണുമായിട്ട് മാച്ചിങ് ആയിരിക്കത്തില്ല. ഫൗണ്ടേഷൻ ഇട്ടതിന് ശേഷം നമ്മളൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. കാരണം അതൊന്ന് സ്കിന്നിലേക്ക് സെറ്റാകാൻ വേണ്ടിയിട്ടാണ്. ആ സെറ്റാകുന്ന സമയം കൊണ്ട് നമുക്ക് ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം.
ആദ്യം ഞാൻ ഐ മേക്കപ്പിൽ ഐബ്രോസ് കട്ട് ചെയ്തു. അതിൻ്റെ കൂട്ടത്തിൽ ഐ ബോളിൻ്റെ മുകളിൽ ഞാൻ കൺസീലർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കൺസീലർ ഒന്ന് സെറ്റ് ചെയ്യുന്ന സമയം കൊണ്ടാണ് ഞാൻ ഫൗണ്ടേഷൻ ഇട്ടത്. ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് ഞാൻ ഈ കൺസീലർ ഒന്ന് പൗഡർ കൊണ്ട് സെറ്റ് ചെയ്യുന്നു. ഈ പൗഡർ സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു 1 മിനിറ്റോ അല്ലെങ്കിൽ 2 മിനിറ്റോ വെയിറ്റ് ചെയ്യാം. ആ സമയത്ത് നമുക്ക് ഒരു ഷാഡോ സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കാം. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഐ മേക്കപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രോഡക്ട്സ് ഈ ഫൗണ്ടേഷൻ്റെ മുകളിലേക്ക് വീഴാതെ നോക്കും. ഇങ്ങനെയൊരു ഷാഡോ സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നമ്മൾക്ക് ഐ മേക്കപ്പിൻ്റെ പ്രോഡക്ട്സ് ഒത്തിരി ക്ലീൻ ചെയ്യാതെയും അതിനുള്ള സമയം പോകാതെയും നമുക്ക് പെട്ടെന്ന് തന്നെ ഐ മേക്കപ്പ് തീർക്കാനായിട്ട് സാധിക്കും. ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ക്രീസ് ലൈൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ നമ്മൾ ക്രീസ് ലൈൻ മനസ്സിലാക്കി ഇരിക്കണം. ക്രീസ് ലൈനിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ട്രാൻസിഷൻ കളർ എന്നാണ് പറയുന്നത്. ട്രാൻസിഷൻ കളേഴ്സ് ഫസ്റ്റ് നമ്മൾ ലൈറ്റ് ടു ഡാർക്കിലേക്ക് വേണം ചെയ്യാനായിട്ട്. ക്രീസ് ലൈൻ മാർക്ക് ചെയ്യുമ്പോൾ ആദ്യം നമ്മളൊരു ലൈറ്റ് ട്രാൻസിഷൻ കളർ കൊണ്ട് മാർക്ക് ചെയ്തിട്ട് ഒരു പ്രോഡക്ട്സ് ഒന്നും ഇല്ലാത്ത ഒരു ബ്രഷ്, ഇപ്പോൾ നിങ്ങൾക്കിത് വീഡിയോയിൽ കാണാം, ആ ബ്രഷിൻ്റെ അകത്ത് യാതൊരുവിധ പ്രോഡക്ട്സുകളും ഇല്ല. അതുകൊണ്ടൊന്ന് നമ്മൾ റൗണ്ട് ചെയ്ത് കൊടുക്കണം. അത് റൗണ്ട് ചെയ്യുന്നത് പോലെ തന്നെ വൈപ്പർ മോഷൻ എന്ന് പറഞ്ഞാൽ കാറിൻ്റെ വൈപ്പർ വർക്ക് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ, അതുപോലെ നമ്മൾ ഈ ബ്രഷ് ഒന്ന് ഓടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഈ ട്രാൻസിഷൻ കളറ് നമുക്ക് ക്രീസ് ലൈനിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. ആദ്യം ലൈറ്റായിട്ട് ചെയ്തിട്ട് അതിന് ശേഷം അടുത്തത് നമുക്ക് കുറച്ചും കൂടി ഡാർക്കായിട്ട് കിട്ടണമെങ്കിൽ അതിൻ്റെ ഡാർക്ക് ഷാഡോ ഇതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. വീണ്ടും ഡാർക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് ഡാർക്ക് ഷാഡോസ് അപ്ലൈ ചെയ്ത് ഇതുപോലെ വൈപ്പർ മോഷനിൽ നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഷാഡോ കിട്ടും. ആദ്യം തന്നെ ഒത്തിരി പ്രോഡക്ട്സ് നമ്മൾ ഐബ്രോസിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത് നമ്മൾക്ക് കുറയ്ക്കാനായിട്ട് ഒത്തിരിയേറെ പാടുപെടേണ്ടി വരും. കുറേശ്ശെ അപ്ലൈ ചെയ്ത് വരുമ്പോൾ നമ്മൾക്ക് ആവശ്യമായ ആ ഒരു സൈസിൽ അല്ലെങ്കിൽ ആ ഒരു കളറിൽ എത്തിക്കാനായിട്ട് സാധിക്കും. ക്രീസ് ലൈൻ നമ്മൾ ട്രാൻസിഷൻ കളറ് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ കട്ട് ക്രീസ് ചെയ്യാം. ഇനി അത് ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. നമുക്ക് ആ ക്രീസ് മനസ്സിലാക്കിയതിന് ശേഷം ഏത് കളറാണോ ഐബോളിൽ വേണ്ടത് അല്ലെങ്കിൽ ഏത് കളറാണോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഐ മേക്കപ്പിന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ കളർ നമ്മൾ യൂസ് ചെയ്യാം. എൻ്റെ മോഡലിൻ്റെ സാരി ഒരു ബ്ലൂ കളർ ആയതുകൊണ്ട്, ഒരു ബ്ലൂ ഗ്രീൻ കളർ ആയതുകൊണ്ട് ഞാനിവിടെ ഒരു ബ്ലൂ സ്മോക്കിയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബ്ലൂ സ്മോക്കി ചെയ്യുമ്പോൾ നമ്മൾ ഐലാഷിനോട് ചേർന്നിട്ടുള്ള ഭാഗം കുറച്ച് ഡാർക്കാക്കിക്കൊണ്ട് മുകളിലോട്ട് വരും തോറും അത് കുറച്ച് ലൈറ്റാക്കി കൊണ്ടുവരുന്നതാണ് ഏറ്റവും ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നത്. ഐ മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മൾ വളരെ സമയം എടുത്ത് തന്നെ നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ ശ്രമിക്കണം. ഇവിടെ ഞാൻ ബ്ലൂ സ്മോക്കി ഫുൾ ഐയിൽ ചെയ്യുന്നില്ല. പകരം ഞാനൊരു ഹാഫെന്നും പറയാൻ പറ്റില്ല, ഞാൻ ഇന്നർ കോർണറിൽ ഒരു ലൈറ്റ് ബ്ലൂ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ഫുൾ സ്മോക്കി ബ്ലൂ സ്മോക്കി നമ്മൾക്ക് ചെയ്യാം. ഈ ബ്ലൂ കളറ് നമ്മളുടെ ക്രീസ് ലൈനിൻ്റെ മുകളിലോട്ട് പോകാതെ ശ്രദ്ധിക്കണം. ഈ ബ്ലൂ ഇട്ടതിന് ശേഷം നമ്മൾ വീണ്ടും ട്രാൻസിഷൻ കളർ കൊണ്ട് ഒന്ന് ക്രീസ് ലൈൻ സ്മഡ്ജ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇന്നർ കോർണറിൽ ഒരു ലൈറ്റ് ബ്ലൂ കൊടുക്കുന്നതാണ്. നമ്മളുടെ മനസ്സിൻ്റെ ഐഡിയകൾ ഉപയോഗിച്ച് ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും ഐ മേക്കപ്പ് നമുക്ക് മാറ്റി ചെയ്യാവുന്നതാണ്. ഐ മേക്കപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഐ ബോളിൽ ഷിമ്മർ ഇടുകയും ഇന്നർ കോർണറിൽ ലൈറ്റ് കളർ ഇടുകയും ഔട്ടർ കോർണറിൽ എന്ന് വെച്ചാൽ കണ്ണിൻ്റെ അറ്റഭാഗത്ത് നമ്മൾ ചെയ്യേണ്ടത് മാറ്റ് ഫിനിഷ് ഇടുകയും ചെയ്യണം. ആ മാറ്റ് ഫിനിഷ് തന്നെ ഡാർക്കായിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇവിടെ ഞാൻ ഔട്ടർ കോർണറിലിടുന്നത് ബ്ലാക്കാണ്. ബ്ലാക്ക് ആ ചെറിയ ഒരു വി ഭാഗത്ത് മാത്രമാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഞാനിതെല്ലാം ചെയ്തതിന് ശേഷം വീണ്ടും ക്രീസ് ലൈനിൽ ട്രാൻസിഷൻ കളർ കൊണ്ട് ഒന്ന് സ്മഡ്ജ് ചെയ്ത് വിടുകയാണ്. ഇവിടെ ഞാൻ കണ്ണെഴുതാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഐ പെൻസിലാണ്.
ഐ പെൻസിൽ തന്നെ ഉപയോഗിക്കണമെന്ന് ഇല്ല. ഐ ജെല്ല് ഉപയോഗിക്കാം, ഐ ലൈനർ ഉപയോഗിക്കാം, ഐ പെൻ ഉപയോഗിക്കാം. നമ്മളുടെ സൗകര്യമനുസരിച്ച്, നമ്മളുടെ കസ്റ്റമറുടെ ആഗ്രഹമനുസരിച്ച് ഏത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ ഐ പെൻസിലോ ഐ കാജലോ ഒക്കെ അല്ലെങ്കിൽ ഐ ജെല്ലൊക്കെ ഉപയോഗിക്കുമ്പോൾ ആ ഭാഗം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു കണ്ണ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം അടുത്ത കണ്ണ് ചെയ്യാൻ. കണ്ണ് നമ്മളുടെ സൗകര്യപ്രദമായ അനുസരിച്ചും അതുപോലെ തന്നെ കസ്റ്റമറുടെ കണ്ണിൻ്റെ ആകൃതികളനുസരിച്ചും അവരുടെ ഇഷ്ടങ്ങളനുസരിച്ചും നമുക്ക് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. കണ്ണ് എഴുതുമ്പോൾ ഇന്നർ കോർണറിൽ നിന്നും വീതി കുറച്ചിട്ട് നടുക്ക് വരുമ്പോൾ അഥവാ ഐബോളിൽ വരുമ്പോൾ വീതി കൂട്ടി, ഔട്ടർ കോർണറിൽ വരുമ്പോൾ കുറച്ചും കൂടെ വീതി കൂട്ടി വേണം എഴുതാൻ. വാല് വേണമെന്നുള്ളവർക്ക് അങ്ങനെ വാലിട്ട് കൊടുക്കാം. വേണ്ടാത്തവർക്ക് അവരുടെ ആഗ്രഹമനുസരിച്ചുള്ള ഷേപ്പാക്കി കൊടുക്കണം. കണ്ണ് എഴുതിയതിന് ശേഷം നമ്മൾ ബ്ലാക്ക് ഐ ഷാഡോ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇത് ഒത്തിരി പടർന്നു പോകാതെ നമ്മൾക്ക് കിട്ടും. ഇങ്ങനെയൊരു കാര്യം നമ്മളുടെ മുത്തശ്ശിമാർ പണ്ട് ചെയ്തു വന്നിരുന്നതാണ്. കാരണം കൊച്ചു കുട്ടികൾക്ക് കണ്ണെഴുതി കൊടുക്കുമ്പോൾ അവർ പൗഡർ കൊണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കാറുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അവർ ഉപയോഗിക്കുന്നത് കറുത്ത കൺമഷിയുടെ പുറത്ത് വെളുത്ത പൗഡറാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ നമ്മൾ കറുത്ത കൺമഷി ഉപയോഗിക്കുമ്പോൾ കറുത്ത പൗഡർ തന്നെ ഇടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കണ്ണ് എഴുതി കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കണ്ണിൻ്റെ അകവശവും ഒന്ന് കാജൽ കൊണ്ട് ഒരു ലൈൻ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ണ് നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് കാണാം. അപ്പോൾ കണ്ണ് എഴുതിയതിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. അതേ കാജൽ കൊണ്ട് തന്നെ കണ്ണിൻ്റെ അകവശവും എന്ന് വെച്ചാൽ ലോവർ ലാഷ് ലൈനും എഴുതണം. അത് വേണമെന്നുണ്ടെങ്കിൽ സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ കണ്ണിൻ്റെ അകത്ത് മാത്രമായിട്ട് എഴുതാം. അതൊക്കെ നമ്മളുടെ സൗകര്യമനുസരിച്ചും നമ്മളുടെ മനസ്സിലെ ഐഡിയകളനുസരിച്ചുമൊക്കെ ചെയ്യാം. ഇവിടെ ഞാൻ ഔട്ടർ കോർണറിൽ നിന്നും പകുതി ഭാഗം വരെ ഞാനൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ സ്മഡ്ജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യമേ ക്രീസ് ലൈനിൽ ഉപയോഗിച്ച ട്രാൻസിഷൻ കളറ് ഇതിൻ്റെ ഈ ലോവർ ലാഷ് ലൈനിലും കൂടെ അപ്ലൈ ചെയ്യണം. ലോവർ ലാഷ് ലൈനിൽ ഒത്തിരി റെഡായിട്ടുള്ള കളർ കൊടുക്കരുത്. നമ്മൾ ക്രീസ് ലൈനിൽ കൊടുത്ത അതേ കളർ തന്നെ കൊടുക്കാൻ ശ്രമിക്കണം. എൻ്റെ ഐ മേക്കപ്പ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇപ്പം ഞാൻ ചെയ്യുന്നത് ആ ബ്രോ ബോണിൻ്റെ ആ ആർച്ച് ഭാഗത്ത് ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നതാണ്. ഹൈലൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അത് ഒരു ഇന്നർ ഭാഗത്തേക്ക് അഥവാ ഐബ്രോസിൻ്റെ സ്റ്റാർട്ടിംഗ് ഭാഗത്തേക്ക് വരേണ്ട ആവശ്യമില്ല. ആ ആർച്ച് ഭാഗം മാത്രം നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇതുപോലെ ഐബ്രോസിൽ ഒരു ട്രാൻസ്പെറൻറ്റ് മസ്കാര കൊണ്ട് നമ്മളൊന്ന് ട്രാൻസ്പെറൻറ്റ് മസ്കാര ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഐബ്രോസ് അതേ ഷേപ്പിൽ തന്നെ നിൽക്കുന്നത് കാണാം. അടുത്തത് ഞാൻ ഇടുന്നത് മസ്കാരയാണ്. ആ മസ്കാരയ്ക്ക് ഞാൻ ഡിസ്പോസിബിൾ മസ്കാര വാൺസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ 2 കണ്ണിനും 2 മസ്കാര വാൺസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഡിസ്പോസിബിൾ മസ്കാര വാൺസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ കണ്ണിന് അലർജി ഉണ്ടാകാതെ സൂക്ഷിക്കും. ഡിസ്പോസിബിൾ മസ്കാര വാൺസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ആവശ്യമായ മസ്കാര ആ മസ്കാര വാൺസിൽ നമ്മൾ എടുത്തിരിക്കണം. വലത് കണ്ണിന് ഉപയോഗിച്ച മസ്കാര ബ്രഷ് നമ്മൾ ഇടത് കണ്ണിന് എടുക്കാതെ സൂക്ഷിക്കുക. അതുകൊണ്ടാണ് ഡിസ്പോസിബിൾ മസ്കാര ബ്രഷുകൾ യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. അടുത്തത് ഞാൻ ചെയ്യുന്നത് നോസ് കട്ട് ചെയ്യുന്നതാണ്, അഥവാ നോസ് കോണ്ടൂർ ചെയ്യുക എന്നൊക്കെ പറയും. നോസ് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ നോസ്ട്രിൽസ് ഉള്ള ഭാഗം വരെ ഇങ്ങനെ നീണ്ട് ഒരു വര പോലെ വരച്ച് വെക്കരുത്. ആ ഒരു വളവ് വരുന്ന ഭാഗം വരെയും നമുക്ക് നോസ് കട്ടിങ് ചെയ്താൽ മതിയാകും. പിന്നെ ആ എൻഡ് വശത്ത് നമ്മൾ ഹൈലൈറ്റാണ് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നോസിന് അതിൻ്റെ ഒരു ഒറിജിനൽ ഷേപ്പ് കിട്ടാൻ സാധിക്കും. നോസിൻ്റെ ടിപ്പ് ഭാഗം ഒത്തിരി നീണ്ട ഭാഗമാണെന്നുണ്ടെങ്കിൽ അവിടെയും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ ഒത്തിരി നീളം തോന്നിക്കില്ല. അതിനുശേഷം ഒരു ബ്രഷ് കൊണ്ട് ഇതുപോലെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കണം. നമ്മൾ എപ്പോഴും നോസ് കോണ്ടൂർ ചെയ്യുമ്പോൾ ഒരു വര പോലെ കാണാതെ ആ ഒരു ഒഴുകിയ ഒരു സ്മഡ്ജിങ്ങിൽ പോലെ നമുക്ക് തോന്നിക്കണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മളുടെ മൂക്കിൻ്റെ യഥാർത്ഥ ഭംഗി നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. നല്ല നെടുക്കമില്ലാത്ത മൂക്കുകളുമൊക്കെ നമുക്ക് ഇതുപോലെ നെടുക്കമാക്കി എടുക്കാൻ സാധിക്കും.
ചില മൂക്കിൻ്റെ ഷേപ്പ് നമുക്ക് പരന്നിരിക്കും, ചിലത് വലുതായിരിക്കും. ഇതൊക്കെ ഇതുപോലെ നോസ് കോണ്ടൂർ ചെയ്ത് നമുക്ക് നല്ല നെടുക്കമുള്ള മൂക്കാക്കി എടുക്കാൻ സാധിക്കും. അടുത്തത് ഞാൻ ചെയ്യുന്നത് ഫേസ് കോണ്ടൂറാണ്. ആ ഫേസ് കോണ്ടൂർ ചെയ്യുന്ന ഞാൻ ആ വര കാണിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ചെവിയുടെ മുകളിൽ നിന്നും വായുടെ സൈഡിൽ അങ്ങനെയുള്ള ഒരു വരയാണ് നമ്മൾക്ക് വേണ്ടത്. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് ഒരു ഓവൽ ഷേപ്പ് നമുക്ക് കിട്ടുന്നത്. ആ ഓവൽ ഷേപ്പ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ചെവിയുടെ മുകളിൽ നിന്നും ഐബ്രോസിൻ്റെ ഔട്ടർ കോർണർ വരെയും ഉള്ള ഭാഗം വരെയും നമുക്ക് വരച്ചാൽ മതിയാം. നിങ്ങൾക്കത് കാണാം, കണ്ടോ? അത് ഒത്തിരി നമ്മൾ വരച്ച് വായുടെ അറ്റം വരെയോ അഥവാ ഐബോളിൻ്റെ താഴെ വരെയോ ഒന്നും വരേണ്ട ആവശ്യമില്ല. നമ്മളത് ബ്രഷ് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അതൊരു ലൈറ്റർ ഷെയ്ഡായിട്ട് നമുക്ക് ഫീൽ ചെയ്തോളും. ഇതും ഒരു വര പോലെ കാണരുത്. നമ്മൾ ബ്രഷ് കൊണ്ട് അതും സ്മഡ്ജ് ചെയ്ത് മുകളിലേക്ക് സ്മഡ്ജ് ചെയ്ത് വേണം കൊടുക്കാൻ. കവിളിലേത് നമ്മൾ താഴോട്ട് സ്മഡ്ജ് ചെയ്യാൻ പാടില്ല. പിന്നെ ചീക്ക് ബോണിന് മുകളിലോട്ട് വേണം നമ്മൾ സ്മഡ്ജ് ചെയ്യാൻ. അതുപോലെ തന്നെ ചെവിയുടെ ബാക്കിലോട്ട് വേണം നമ്മൾ സ്മഡ്ജ് ചെയ്ത് കൊടുക്കാൻ. ജോ ലൈൻ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അത് കഴുത്തിൻ്റെ ഭാഗത്തോട്ട് വേണം നമ്മൾ സ്മഡ്ജ് ചെയ്ത് കൊടുക്കാൻ. നല്ല വീതിയുള്ള നെറ്റിയാണെന്നുണ്ടെങ്കിൽ ആ നെറ്റിയുടെ മുകൾ ഭാഗത്ത് ഇതുപോലൊന്ന് കോണ്ടൂർ ചെയ്തതിന് ശേഷം ആ ഭാഗവും അതുപോലെ തന്നെ ഒന്ന് സ്മഡ്ജ് ചെയ്ത് നമ്മൾക്ക് കൊടുക്കാം. അപ്പം നമുക്ക് നെറ്റിയുടെ വീതി അത്രയധികം തോന്നിക്കത്തില്ല. എൻ്റെ ബ്രൈഡിൻ്റെ നെറ്റി സെൻറ്റർ ഭാഗം മാത്രമേ വീതിയുള്ളൂ. സൈഡിലോട്ട് വരുന്ന അനുസരിച്ച് അത്രയധികം വീതി തോന്നിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആ സൈഡ് അധികം കട്ട് ചെയ്യേണ്ട ഒരാവശ്യം വരുന്നില്ല. അടുത്ത ഞാൻ ചെയ്യുന്നത് ഹൈലൈറ്റ് യൂസ് ചെയ്യുന്നതാണ്. ഹൈലൈറ്റ് യൂസ് ചെയ്യേണ്ടത് നമ്മൾ ആ ചീക്ക് ബോണിന് മുകളിലായിട്ടാണ് ഹൈലൈറ്റർ യൂസ് ചെയ്യേണ്ടത്. ഹൈലൈറ്റർ ചീക്ക് ബോണിൻ്റെ മുകളിൽ, പിന്നെ നോസിൻ്റെ മുകളിൽ, അതുപോലെ തന്നെ മേൽചുണ്ടിൻ്റെ മുകളിൽ, കീഴ്ചുണ്ടിൻ്റെ താഴെ വശത്ത്, ഇവിടെയെല്ലാം നമ്മൾ ഹൈലൈറ്റർ യൂസ് ചെയ്യണം. ഇതിനായിട്ട് ഞാനൊരു ഫാൻ ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. ഫാൻ ബ്രഷ് മൂക്കിൻ്റെ മുകളിൽ ഉപയോഗിക്കണമെന്നില്ല. പക്ഷേ നോസ് ഹൈലൈറ്റ് ചെയ്യാൻ നമുക്ക് വേറെ ചെറിയ ബ്രഷുകൾ യൂസ് ചെയ്യാം. ഈ ചീക്ക് ബോൺ ഹൈലൈറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഫാൻ ബ്രഷ് യൂസ് ചെയ്യുന്നത്. ഹൈലൈറ്റർ യൂസ് ചെയ്യുമ്പോഴും ഒത്തിരി പ്രോഡക്ട്സ് യൂസ് ചെയ്യാതെ നോക്കുക. ലൈറ്റായിട്ട് ഹൈലൈറ്റർ യൂസ് ചെയ്താൽ മതി. ഓൾറെഡി ഹൈലൈറ്ററിന് ഒരു നല്ല ഷിമ്മറിങ് എഫക്റ്റാണ്. അപ്പം അത് ഒത്തിരി പ്രോഡക്ട്സ് യൂസ് ചെയ്യേണ്ട ഒരാവശ്യമില്ല. ഇപ്പം ഞാൻ ചെയ്യുന്നത് ബ്ലഷാണ്. ആ ബ്ലഷ് ഹൈലൈറ്ററിൻ്റെയും കോണ്ടൂറിൻ്റെയും ഇടയ്ക്കായിട്ട് വേണം കൊടുക്കാൻ. അതിൻ്റെ ഇടയ്ക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ചിരിക്കുമ്പോൾ നമ്മളുടെ ചീക്ക് ബോൺ പൊങ്ങി ഉയർന്നു വരുന്ന ആ ഭാഗമുണ്ടല്ലോ, ആ വശത്ത് കറക്റ്റായിട്ട് നമുക്ക് ബ്ലഷ് കൊടുക്കാൻ സാധിക്കും. അടുത്തത് ഞാൻ ലിപ്സ്റ്റിക്കിലോട്ട് പോവുകയാണ്. എൻ്റെ മോഡലിന് മേൽചുണ്ട് വളരെ കുറവാണ്, കീഴ്ചുണ്ട് സാധാരണ പോലെയുള്ള ഒരു അളവിലുമുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് മേൽചുണ്ട് ഒന്ന് കുറച്ച് കീഴ്ചുണ്ടിനോട് ചേർന്ന അത്രയും വലിപ്പത്തിന് വരത്തക്ക രീതിയിലാണ് ഞാൻ അവൾക്ക് ലിപ്പ് മേക്കപ്പ് ചെയ്യുന്നത്. അപ്പർ ലിപ്പ് ഒട്ടും തന്നെ അവൾക്കില്ലയെന്ന് പറയാം. അപ്പം നമ്മൾ ചെയ്യേണ്ടത് അപ്പർ ലിപ്പിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് നമ്മൾ ലൈൻ വരച്ച് കൊടുക്കേണ്ടത്. അപ്പം ലോവർ ലിപ്പിൻ്റെ ഉള്ളിലൂടെയും വേണം നമ്മൾ ലൈൻ വരച്ച് കൊടുക്കാൻ. രണ്ട് ലിപ്പിൻ്റെയും വീതി ഒരുപോലെ ആയിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പർ ലിപ്പിൻ്റെ വീതി കൂട്ടാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. ഞാൻ കുറച്ച് മുകളിലായിട്ട് ആണ് ലൈൻ കൊടുക്കുന്നത്. ഇങ്ങനെ ഒരു ലൈൻ വരച്ചതിന് ശേഷം ഞാനൊരു ചെറിയ ബ്രഷ് കൊണ്ട് അത് സ്മഡ്ജ് ചെയ്യുന്നുണ്ട്. അത് സ്മഡ്ജ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന കളറ് ന്യൂഡ് കളറാണ്. കാരണം ഞാൻ ഐ മേക്കപ്പ് ബ്ലൂ സ്മോക്കി ചെയ്തത് കൊണ്ടാണ് ലിപ്പ് ഞാൻ ന്യൂഡ് കളറിലോട്ട് പോകുന്നത്. നമ്മൾ ഇങ്ങനെ ലൈൻ വരച്ചതിന് ശേഷം ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു ലൈൻ വരച്ച് വെച്ചതുപോലുള്ള ഒരു ഫീല് നമുക്ക് ഉണ്ടാകില്ല. പിന്നെ ചില കസ്റ്റമേഴ്സിന് അങ്ങനെ ഇരിക്കുന്നത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മൾക്കതുപോലെ തന്നെ ചെയ്തു കൊടുക്കാവുന്നതാണ്. നമ്മൾ ലൈൻ വരയ്ക്കുമ്പോൾ കുറച്ച് ഡാർക്കായിട്ടുള്ള പെൻസിൽ വേണം ഇത് ലൈൻ വരയ്ക്കാനായിട്ട് ഉപയോഗിക്കാൻ. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് വലിയ ലിപ്പുകൾ ഒന്ന് കുറച്ച് കാണിക്കാനായിട്ട് സഹായിക്കും. എൻ്റെ വീഡിയോ കുറേ ലോങ്ങായി പോകുന്നത് കൊണ്ട് ഞാൻ ഈ പാർട്ട് ഇവിടം കൊണ്ട് നിർത്തുകയാണ്. ബാക്കി പാർട്ടിനായിട്ട് കാത്തിരിക്കുക.